ഹായ് ചങ്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഹിമാലയ ബേസ് ക്യാമ്പ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയോണ്ട് കേട്ടോ. ഇപ്പോൾ മർദൈമിൽ അതുപോലെ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗാൻഡ്രോക്ക് എന്ന വില്ലേജിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് 2 ദിവസം വണ്ടി വെച്ച് നടന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തതിന് ഭാഗത്തായിട്ട് കേട്ടോ നമ്മൾ ഇന്നലെ ടെൻറ്റ് കെട്ടിയത്. ഇന്ന് രാവിലെ വരെ അവിടെ ഇനി സ്റ്റേ ചെയ്തിന്. നടന്ന് പിന്നെ അതിലിങ്ങനെ കയറിപ്പോയി അങ്ങോട്ട് എത്തിയത്. ഞങ്ങൾ പോകുന്നതിലുള്ള കുറച്ച് വഴികൾ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. ഇവിടെ ആൾക്കാർ ഇതേമാതിരി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഞങ്ങൾ പോകുന്ന ചെറിയൊരു വഴി. നമ്മളങ്ങനെ ഓഫ് റോഡ് ഇങ്ങനെ കയറി പോകട്ടെ. നമ്മൾ ആ വില്ലേജിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇതൊക്കെയാണ് വണ്ടി. ഓല് 2 ആൾ ബാക്കിൽ നടന്നിട്ടുണ്ട്. ഇത് കയറ്റി കൊണ്ടുവന്ന വണ്ടി ഉണ്ടോ. വെള്ളം പോണത് റോഡ് പോണൊക്കെ ഒരു സൈഡാണ്. ബസ്സൊക്കെ ഇതിൽ തന്നെ വരുന്നത്. ഇങ്ങനെ ചങ്ങളെ നമ്മൾ ഗാന്ധ്രൂക്ക് വില്ലേജിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടോ. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണിത്. ഇവിടെയൊക്കെയാണ് അടിപൊളിയില്ലേ, എന്താ രസം കാണാൻ. ഈ വീടിൻ്റെ ഒക്കെ പ്രത്യേകത ഉണ്ടോ നിങ്ങൾ? ഈ വീടിൻ്റെ കല്ലൊക്കെ ചെറിയ ചെറിയ കട്ടി കനം കുറഞ്ഞ കല്ല്, ഒരുപാട് കല്ലുകൾ അട്ടിക്ക് വെച്ചിട്ടാണ് ഉണ്ടോ. നമ്മൾ ഒരു വെട്ടുകല്ലിൻ്റെ വലിപ്പത്തിൽ കാണെങ്കിൽ ഇവിടെ കണ്ടമാനം കല്ല് വെക്കാൻ കേട്ടോ. ഈ ഏരിയ ഫുള്ള് അടിപൊളിയാണ്. ഞങ്ങളെ ഈ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. ഇതെന്താ പറയുക, ഇവിടുത്തെ ലോഡ്ജാണുണ്ടോ ഈ കാണുന്നൊക്കെ. ഇവിടുത്തെ ലോഡ്ജെന്നല്ല, ഇവിടുത്തെ വീടുകളായാലും ഈ വില്ലേജ് മൊത്തം ഫുള്ള് ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുന്നൊരു വില്ലേജാണ് കേട്ടോ. മേഘങ്ങളൊക്കെ നോക്കി, മലകളും മേഘങ്ങളൊക്കെ നല്ല അടിപൊളി കാഴ്ച കാണാൻ അല്ലേ, ഭയങ്കര ഭംഗി. ഈ കാണുന്ന വീടിൻ്റെയൊക്കെ മുറ്റം നോക്കി നിങ്ങൾ, ഫുള്ള് പാറ കല്ല് വെച്ചിട്ട് വിരിച്ച് വെച്ചേക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴാണ് കുറച്ചായിട്ട് ഈ ട്രെൻഡൊക്കെ വന്നത്. ഇവിടെ ഉണ്ട് വില്ലേജ് കണ്ടില്ലേ. ഇതിനൊക്കെ മുൻഭാഗം നോക്കി, വീടായാലും റിസോർട്ടായാലൊക്കെ ഫുൾ ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ച് വൃത്തിയിൽ കൊണ്ട് നടക്കുന്നത് ചെറിയൊരു സ്വർഗം. കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ചെറിയൊരു സ്വർഗം എന്ന് പറയാം. മർദീനാണ് കേട്ടോ കാണുന്നത്. മർദീൻ നമ്മുടെ അന്നപൂർണ കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഭാഗത്താണ്. അവിടെ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മളെ ഫോണിൻ്റെ അനുസരിച്ച് അടിപൊളിയാണല്ലോ. മഞ്ഞോട് മൂടി നിൽക്കണം മലകൾ കണ്ടില്ലേ. അടിപൊളി, ഒരു രക്ഷയില്ലേ കാണാൻ. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മളിഞ്ഞ് വരും.